കണി കണ്ടിട്ട് എന്താ പനസം വെട്ടേ എന്താ ഈ പനസം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ഇതെന്താന്ന് ചോദിച്ചാൽ പോലെ ചക്കയാണ്. ആ അങ്ങനെ ഒരു പേര് അതിനുള്ള കാര്യം ഞാൻ അപ്പോഴാണ് അറിയണത്. അങ്ങനെ ഞാൻ തൊഴുതിട്ട് ചോദിച്ച് തൊഴുത വഹിക്കുന്ന പാട്ട് നിർത്തിയിട്ട് ചോദിച്ചു കാരണം ആരാന്ന് ചോദിച്ചു. എന്താ ഇവിടെ എന്താ വന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചു. പാട്ട് കേട്ടപ്പോൾ ഒന്നാണ്. അയ്യയ്യേ അങ്ങനെ ഒരു പ്രശ്നം മലപ്പുറത്തില്ല. വേണ്ട ഒരു ഭക്ഷണം കഴിക്കാം. ഹോട്ടലിൽ ആർക്കും വേണമെങ്കിലും ഭക്ഷണം കിട്ടും. നോലുമ്പെള്ളം പോണ്ട, നോലുമ്പില്ലാത്തവന് ഭക്ഷണം കിട്ടുമല്ലോ. ഒരു കുഴപ്പമില്ല. മലപ്പുറം അടിപൊളി സ്ഥലമാണ്. ദൈവം പ്രത്യേകിച്ച് അനുഗ്രഹിച്ച സ്ഥലമാണെന്ന് വിട്ടു പറയാൻ ഞാൻ സാധിക്കും. അന്ന് മണ്ണിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്, ഇന്ന് വിദേശത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്. അവിടുന്ന് പണം വല്ലതും വന്നെങ്കിൽ അതിനാശ്രയിക്കുകയാണ്. ചില മനുഷ്യരുടെ ഇന്നെ സംബന്ധിച്ചായിരിക്കും അങ്ങനെ നടക്കാനാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊന്നും എനിക്ക് തിരിച്ചു കിട്ടാൻ പോണില്ല. പിന്നെ ഞാൻ എന്തിനും ഇനി വേഷം കെട്ടുണ്ട്. വേഷം കെട്ടേണ്ട കാലത്ത് കെട്ടിയില്ല. പ്രിയമുള്ളവരെ, എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിഷു ദിനമാണ്. ഈ വിഷു ദിനത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഉണ്ണിനായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹം സിനിമാ നടനാണ്. വരുന്ന മെയ് 1 ഇറങ്ങുന്ന മഹൽ ഇൻ ദ നെയിം ഓഫ് ഫാദർ എന്ന പടത്തിലെ അദ്ദേഹമാണ് ആ പടത്തിലെ നായകനായിട്ട് വരുന്നത്. ഒത്തിരി വിശേഷങ്ങൾ അദ്ദേഹവുമായി നമുക്ക് ചോദിച്ചറിയാനുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് മലപ്പുറത്ത് എന്നല്ല, കേരളത്തിലെ പുറത്തും അകത്തും പുറത്തുമൊക്കെ അദ്ദേഹം ഇന്ന് ഏറെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ഉണ്ണിനായരുടെ വിശേഷത്തിലേക്ക് കടക്കാം. ഉണ്ണിയേട്ടൻ എപ്പോഴും നമ്മുടെ നാട്ടിലായിക്കോട്ടെ സിനിമയിലായിക്കോട്ടെ എല്ലാവർക്കും ഉണ്ണിയേട്ടനാണ്, അല്ലേ ഉണ്ണിയേട്ടാ? അതെ. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ ഒരു വിഷു ദിനാഘോഷങ്ങളും വിഷു വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ഉണ്ണിയേട്ടൻ നമ്മളോട് കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നതാണ്. ഉണ്ണിയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം. ഓ നമസ്കാരം. ഉണ്ണിയേട്ടനോട് ചോദിക്കാനുള്ളതേ, ഇപ്പോ എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയിലായിക്കോട്ടെ, അതിന്റെ മുന്നേ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. ആയിക്കോട്ടെ. എല്ലാവർക്കും ഉണ്ണിനായരുടെ വിഷു ആശംസകൾ. ഇനി തുടങ്ങിക്കോളി. എന്താ ചോദിക്കാനുള്ളത്? ഉണ്ണിയേട്ടൻ ഇപ്പൊ നമ്മുടെ നാട്ടിലായിക്കോട്ടെ സിനിമാ ഫീൽഡിലായിക്കോട്ടെ എല്ലാവർക്കും ഉണ്ണിയേട്ടനാണ്. എല്ലാവർക്കും ഒരു കാരണവരുടെ സ്ഥാനത്താണ് ഉണ്ണിയേട്ടൻ ഉള്ളത്. എനിക്ക് തോന്നുന്നത് ഉണ്ണിയേട്ടന്റെ പ്രായം മാത്രമാവില്ല, ഉണ്ണിയേട്ടന്റെ ഒരു പക്വമായ സ്വഭാവം കൂടിയായിരിക്കും എന്ന് കരുതുന്നു, അല്ലേ? എന്താ പറയുള്ളത്? ജീവിതത്തിൽ അങ്ങനെ അനുഭവിച്ച് പഠിച്ചോനെ ഞാൻ. എന്റെ കാരണന്മാർ ചെയ്യണത് തന്നെ ഞാനും ചെയ്തുകൊണ്ട് വരുന്നത്. ജീവിതാനുഭവം അതന്നെ. ഇപ്പൊ ഉണ്ണിയേട്ടൻ ശരിക്കും പറഞ്ഞാല് വളരെയധികം വൈറലായ ഒരു സമയമാണ്. വൈറലായോ എന്തായോ എനിക്കറിയില്ല. എയറിലാണ് ഇപ്പോൾ ഉണ്ണിയേട്ടുള്ളത്. അതെന്താന്ന് വെച്ചാല് നമ്മളെ മലപ്പുറത്തിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴാണ് ഇപ്പൊ വിഷു ആഘോഷങ്ങളൊക്കെ കുറിച്ച് നമ്മൾ പറയണം. നമ്മള് കേരളത്തില് വിഷു ആയിക്കോട്ടെ, ഓണായിക്കോട്ടെ, പെരുന്നാളായിക്കോട്ടെ, പിന്നെ ഈസ്റ്റർ, ഏത് പിന്നെ ക്രിസ്മസ്, ഏത് ആഘോഷങ്ങളും നമ്മൾ ഒന്നിച്ചു കൊണ്ടാടുന്നതാണ്, അങ്ങനെയാണ്. അതെ. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ ഒരു വിഷുക്കാലം ഇപ്പോൾ ഉണ്ണിയേട്ടൻ ഈ ഒരു കാലത്ത് വന്നപ്പോഴും എങ്ങനെയാണ് ഉണ്ണിയേട്ടന് ഫീൽ ചെയ്യുന്നത്? എന്താ തോന്നുന്നത് ഇന്നത്തെ കാലത്തെ? പഴയ കാലത്തെ വിഷു എന്ന് പറഞ്ഞാലേ അത് മണ്ണിനെ ആശ്രയിച്ചു കൊണ്ടുള്ളതാണ്. കർഷകൻ്റെ ഈ പുതുവർഷത്തെ വരവേൽക്കാണ്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ വിഷുപ്പക്ഷി ഒരു കിളി തന്നെ ഉണ്ട്, വിത്തും കൈക്കോട്ടും എന്ന് പറയും. ഇന്ന് അതൊക്കെ പോയി. ഇന്ന് ആ ഒച്ചന്നെ കേൾക്കാനില്ല കിളിയുടെ. അന്ന് മണ്ണിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്, ഇന്ന് വിദേശത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്. അവിടുന്ന് പണം വല്ലതും വന്നെങ്കിൽ അതിനാശ്രയിക്കുകയാണ്. പക്ഷെ അന്ന് മണ്ണിനെ ആശ്രയിക്കുകയാണ്. ഇന്ന് അങ്ങനെയല്ല, രണ്ടും വ്യത്യാസമുണ്ട്. അതിന്റെ വിളവെടുപ്പ് വരുമ്പോഴാണ് വിഷു അതിന് ഒരു ഉന്മേഷം ഉണ്ടാവും. ഇന്നതല്ല, ഇന്ന് പണം വരുമോ എങ്ങനെ ചിലവാക്കുക എന്നുള്ളതാണ്. പാടത്ത് അധ്വാനിച്ചിട്ടും കർഷകനായിട്ട് പണിയെടുത്തിട്ടുള്ള ജീവിതം അല്ലെന്ന്. ഇങ്ങനെയാണ് കഥ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അധ്വാനിക്കാണ് പാടത്ത്, കൃഷിപ്പണിയായിട്ടും കൈക്കോട്ട് പണിയായിട്ടും കപ്പ കൃഷിയായിട്ടും. ഇന്നതല്ല, അതാണ് വ്യത്യാസം. ഇന്ന് നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിക്കുക, കഴിക്കുക. എവിടുന്നോ വരുന്ന സാധനം വാങ്ങണ് തിന്നണ്.
ഇതൊക്കെ തന്നെയുള്ള വ്യത്യാസം. എന്നാലും കൃഷിയിൽ കുറച്ചുകൂടെ ഒരു മെച്ചപ്പ് കാണുന്നില്ലേ? കുറച്ചുകൂടെ ആളുകളിലൊക്കെ ഇപ്പോൾ ഒരു വ്യത്യാസം വന്നതുപോലെയൊക്കെ നമുക്ക് തോന്നണില്ലേ? ആ കുറേയൊക്കെ കൃഷിസ്ഥലം ഇപ്പോഴും ഉണ്ട്. പാലക്കാട് ജില്ലയിലൊക്കെ കൃഷിസ്ഥലം കാണാനുണ്ട്. സ്വന്തമായിട്ട് കുറെ ആളുകൾ കൃഷി ഉണ്ട് ചെയ്യുന്നുണ്ട് ഉണ്ട് ഉണ്ട്. അല്ലേ? ഇപ്പൊ വീടുകളിലും ടെറസുകളിലൊക്കെ ഉണ്ട്. അപ്പൊ കൃഷി അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ ഈ 1-ാം തീയതി നമ്മുടെ ഉണ്ണിയേട്ടൻ ഇതുവരെ അഭിനയിച്ചതുപോലെ ഒന്നുമല്ല, അതിനേക്കാളൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഉണ്ണിയേട്ടൻ മഹലിൽ വരുന്നത്. മഹൽ എന്ന് പറഞ്ഞ സിനിമ 1-ാം തീയതിയാണ് റിലീസാവുന്നത്. അതെ, അത് ഇതുവരെ ഞാൻ അങ്ങനത്തെ രംഗം അഭിനയിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അത്രയ്ക്കും റിസ്ക് എടുത്ത് മാസങ്ങളോളം അതിന് റെഡി ചെയ്ത് എന്നിട്ടൊക്കെ അഭിനയിച്ച ഒരു പടമാണ് മഹൽ. പ്രത്യേകിച്ച് അതിന്റെ സംവിധായകനും അതുപോലെ തന്നെ പ്രൊഡ്യൂസറായിട്ടുള്ള ഹാരിസ് ഡോക്ടർ, സംവിധായകൻ നാസർ ഇരുമ്പിളിയൊക്കെ പറയാറുണ്ട്, ഉണ്ണിയേട്ടൻ ഇല്ലെങ്കിൽ ആ സിനിമ ഉണ്ടാകുമായിരുന്നില്ല. എന്താ കാരണം? അതിപ്പോ അങ്ങനെ പറയാൻ വയ്യ. അഭിനയിക്കുന്നവർ വേറെ ഉണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ അടുത്തൊക്കെ അത് കിട്ടിയപ്പോൾ എനിക്കൊരു ധൈര്യം വന്നു, ചെയ്യാം എന്നുള്ളൊരു ധൈര്യം. അങ്ങനെ ഞാൻ അതിന് റിസ്ക് എടുത്താ. ഒരു നായക വേഷം ആദ്യമായിട്ടാണോ ചെയ്യുന്നത്? അതെ അതെ. നടൻ സിനിമയിൽ ഇത്രയും വലിയ ഇതൊക്കെ ചെയ്യണത്. മറ്റുള്ള ചെറിയ ചെറിയ പടങ്ങൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ളതൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളാണ്. പടം കുറേ ഇറങ്ങാണ്ട്, ഇറങ്ങിക്കഴിഞ്ഞ് ഇനി ഇറങ്ങാനുണ്ട്. അതിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളാണ്. പക്ഷെ മഹലിൽ അതല്ല, നല്ല വേഷമാണ് ചെയ്തിട്ടുള്ളത്. മഹലില് ആ ഒരു പടം കൊണ്ടുപോകുന്നത് തന്നെ ഉണ്ണിയേട്ടൻ. അതങ്ങനെ തന്നെ. അതിനു വേണ്ടി അത്രയും ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മുടിയൊന്നും ഒരു കാലത്തും വെട്ടായിരുന്നിട്ടില്ല, എപ്പോഴും പഠിച്ചുകൊണ്ടാണ്. പക്ഷെ ആ പടത്തിനും വേണ്ടിയിട്ട് അങ്ങോട്ട് ഇതായിട്ട് അങ്ങനെ ചെയ്തൊരു പടമാണത്. ശരി, അതിന് വേണ്ടിയിട്ട് വളർത്തി വെയിലൊക്കെ കൊണ്ട് നിറമൊക്കെ വ്യത്യാസപ്പെടുത്തിയതിൽ നല്ല നിറമൊക്കെ മാറ്റം വരുത്തി. അതിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായി ചെയ്താൽ നിറം മാറും മനുഷ്യൻ്റെ. അങ്ങനെ ചെയ്തൊരു പടമാണ് മഹല്. ചെറിയ പടമല്ല അത്. ഒരു അച്ഛൻ്റെയും മകൻ്റെയും കഥ പറയുന്ന ഒരു സിനിമയാണ് അല്ലേ? അപ്പോൾ മഹല് പോലെയുള്ള സിനിമകൾ, അല്ലെങ്കിൽ ഉണ്ണിയേട്ടൻ പിന്നെ സുഡാനി ഫ്രം നൈജീരിയ മുതൽ ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചു. പക്ഷേ ഉണ്ണിയേട്ടൻ ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ കാണുമ്പോൾ ഉണ്ണിയാര്, എല്ലാവർക്കും ഉണ്ണിയേട്ടൻ, ഇങ്ങനെ ഉണ്ണിയേട്ടൻ സാധാ ഒരാളെ പോലെ, ഒരു സിനിമാ നടൻ എന്നുള്ളതിന് അപ്പുറമായിട്ട് സാധാ ഒരാളെ പോലെ ഇങ്ങനെ നടക്കും. അതെന്താ അങ്ങനെ ഒരു പ്രത്യേകത? സാധാരണ ഒരാളെ പോലെ ഇങ്ങനെ നടക്കുന്നു. അതായത് ഉണ്ണിയേട്ടൻ ഒരു സിനിമാ നടൻ എന്നതില് അതിൽ നിന്നൊക്കെ മാറിയിട്ട് സാധാ ഒരു വ്യക്തിയായിട്ട് എല്ലാ ആളുകളുടെ ഇടയിലും ഉണ്ടാവും അല്ലേ? അതൊരു പ്രത്യേകത അല്ലേ? അതെ, ചില മനുഷ്യരുടെ എന്നെ സംബന്ധിച്ചായിരിക്കും അങ്ങനെ നടക്കാൻ എൻ്റെ ആഗ്രഹം. എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊന്നും എനിക്ക് തിരിച്ചു കിട്ടാൻ പോണില്ല. പിന്നെ ഞാൻ എന്തിനും ഇനി വേഷം കെട്ടുണ്ട്. വേഷം കെട്ടേണ്ട കാലത്ത് കെട്ടിയില്ല. പിന്നെ ഇനിയിപ്പോൾ അതിനെ പറ്റിയിട്ട് അങ്ങനെയാണ് അത്. അതിപ്പോൾ അങ്ങനെ പറഞ്ഞാലാവാത്ത കഥയാണത്. ഞറളത്ത് രാമപ്പൊതുവാൾ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, എൻ്റെ വലിയ സുഹൃത്താണായത്. ഞങ്ങൾ അത്രയും വലിയ ലോഹിക്കാരൻ. ഇപ്പോൾ ഹരിഗോവിന്ദനും എൻ്റെ ഏറ്റവും വലിയ പരിചയമാണ്. മൂപ്പരെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുപ്പായിട്ടോളൊന്നും കൂടി ഇല്ല. ആരാണ്? സോപാന സംഗീതത്തിൽ നിന്ന് അയാളെ കവിച്ചൊക്കെ ആളില്ല, അത്രയ്ക്കും പ്രമുഖനാണ്. ഞങ്ങൾ അങ്ങാടിപ്പുറം ഇരിക്കും, ഒരു ഷെഡിൻ്റെ ഉള്ളിലായിരിക്കുക, റോഡിൻ്റെ വക്കിൽ. എനിക്ക് അവിടെ പൈക്കച്ചവടം ഉണ്ടായിരുന്നു, പയ്യൻ്റെ കച്ചവടം. അങ്ങനെ രാത്രി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഥകളി പദം പാടുന്നുണ്ട് ഇയാൾ. കഥകളി അതിൻ്റെ പാട്ടാ പാടുന്നത്. അപ്പോൾ ഇനി അങ്ങനെ ആലോചിച്ച്, ഇന്ന് നേരത്തെ ഈ 12 മണി സമയത്ത് ആരാ കഥകളി? ഇതിപ്പോൾ സാധാരണ മനുഷ്യനെ കൊണ്ട് പാടാൻ സാധിക്കുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും മറ്റുള്ള പാട്ട് പാടുമ്പോൾ ഇത് ആര് എന്നുള്ളത് നോക്കിയാണ് പോയി നോക്കുകയാണ്. അങ്ങനെ ചെന്നപ്പോൾ അദ്ദേഹത്തിനെ കാണുകയാണ്. അപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെ ഇരിക്കണം, അവിടെ ഇരുന്ന് പാട്ട് പാടുന്നു. പ്രഗത്ഭനായ ഒരാള്, പ്രസിദ്ധത്തെ അതിനപ്പുറമില്ല. അങ്ങനെ ഞാൻ തൊഴുതിട്ട് ചോദിച്ച്, തൊഴുത വഹിക്കണേ പാട്ട് നിർത്തിയിട്ട് ചോദിച്ചു, താനാ ആരാന്ന് ചോദിച്ചു. എന്താ ഇവിടെ എന്താ വന്നത്, എന്താ കാര്യം എന്ന് ചോദിച്ചു. പാട്ട് കേട്ടപ്പോൾ ഒന്നാണ്. അപ്പോൾ അങ്ങനെ മുഖത്ത് കുറച്ച് നേരം അങ്ങനെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്നു. അന്ന് ചുരുക്കം പറഞ്ഞാൽ അന്ന് തൊട്ട പരിചയം കൊല്ലങ്ങളോളം നീണ്ടുന്നു. അയാൾ വലിയ ഡ്രസ്സിലൊന്നും ഇടലില്ല, ഡ്രസ്സിലൊന്നുമില്ല. പിന്നെ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ 1 ലക്ഷത്തിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് കാര്യമില്ല. ഡ്രസ്സ് സംസാരിക്കൂല, ഞാനാണ് നിങ്ങളോട് ഉത്തരം പറയേണ്ടത്. ഡ്രസ്സ് പറയോ? തീർച്ചയായിട്ടും എപ്പോഴും ആ ഒരു ലാളിത്യം, ആ ഒരു എളിമ ഉണ്ണിയേട്ടൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ മരണം വരെ ഉണ്ടാവും. അതെ, ഉണ്ടാവട്ടെ. അതുപോലെ പറയാനുള്ള, ഇപ്പോൾ നമ്മൾ ഈ ഒരു പടങ്ങളിലൊക്കെ ഉള്ള അഭിനയം കാണുമ്പോഴേ, ഇപ്പോൾ നാസർക്ക്, അതായത് സംവിധായകരും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ണിയേട്ടൻ കഥാപാത്രത്തിലേക്ക് ഒരു രൂപമാറ്റം പെട്ടെന്ന് വരും.
നമുക്ക് നമ്മളോട് സംസാരിച്ചിരുന്നിരുന്ന ഉണ്ണിയേട്ടനാവില്ല, കഥാപാത്രത്തിലേക്ക് മാറും. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ആ വരണം. ഒരു മാന്ത്രികത പെട്ടെന്ന് വരുന്നത്. അതായത് നമ്മൾക്ക് ഈ കഥയൊക്കെ പറഞ്ഞു തന്നാൽ പിന്നെ നമ്മൾ ദൈവം തമ്പുരാനോട് വിചാരിച്ച് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാനല്ല, പിന്നെ ആ കഥാപാത്രമായിട്ട് ഞാനാണ് ചെയ്യുന്നത്, ആണ് ജീവിക്കല. അവിടെ പിന്നെ രോഗിയൊന്നും ആരോടും കാട്ടലില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ മക്കളുണ്ടെങ്കിലും വർത്തമാനം പറയുള്ളൂ. അത് വരെ ഇല്ല, ഞാൻ ആ കഥാപാത്രമായിട്ടാണ് ചെയ്താണ്ട് കഴിക്കുന്നത്. അതന്നെ. ശരി. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളണം. അപ്പോഴേ ചെയ്യാൻ പറ്റുമോ? നമ്മൾ മാത്രമല്ല, കയ്യും കാലും ഒക്കെ അഭിനയിക്കണം. അതെ, അങ്ങനെയാണ്. അങ്ങനെയാണ് സിനിമ. അതാണ്. അപ്പോൾ ഉണ്ണിയേട്ടനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊരു സിനിമയിൽ അഭിനയിച്ചു വന്നിട്ട് നമുക്ക് പുറത്തുനിന്ന് ഉണ്ണിയേട്ടനെ കാണുമ്പോൾ ആളുകൾ ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? അഭിപ്രായം നല്ല അഭിപ്രായം പറയും. ഉണ്ണിയാരെ അഭിനയം നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയും. നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അപ്പോൾ കണ്ടാൽ ബോധ്യമാവും ഏകദേശം. നന്നായിട്ടില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും നന്നായിട്ടില്ല. അപ്പം ഞാൻ പിന്നെ എടുക്കാൻ പറയാത്. ഇപ്പൊ കൊറോണ തമാലിലൊക്കെ കുറച്ചുകൂടെ ആളുകളിലേക്ക് അല്ലെ, ആ ഒരു സമയം, കൊറോണ സമയത്ത് കള്ള് കിട്ടാണ്ട് വരുന്ന ആ ഒരു സമയം, ഒരു കുടിയനായിട്ട് എനിക്കറിയാതെ സീന് എടുത്തത് ശരിയല്ലാന്ന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒന്നും കൂടി എടുക്കാൻ പറയും. അത് ശരിയാക്കിയിട്ട് ഞാൻ അവിടുന്ന് മാറും. അതാണ്. ഇപ്പൊ യോഗ, കളരി ഇതൊക്കെ ഉണ്ണിയേട്ടനെ അറിയാം. ഈ ഒരു സംഭവങ്ങളൊക്കെ സിനിമകൾക്ക് എങ്ങനെയും ഉപകാരപ്പെടും. തീർച്ചയായിട്ടും യോഗയെല്ലാം ആവശ്യം. നവരസങ്ങൾ വരണമെങ്കിൽ യോഗ വേണ്ടേ? മുഖത്ത് സാധനം വരണ്ടേ? അവിടെയാണ് കളി. ഒരേ മുഖം ഉണ്ടായിട്ട് കാര്യമില്ല, പല കോലത്തിലാക്കണം. മഹലിന്റെ സംവിധായകൻ നാസർ ഖാൻ, അതുപോലെ പ്രൊഡ്യൂസർ, പിന്നെ ഡോക്ടർ, അവരൊക്കെ ഹാരിസ് ഡോക്ടർ, അവർക്ക് നേരത്തെ അറിയാവുന്നതാണ് അല്ലേ? അവരുമായിട്ടുള്ള ഒരു സൗഹൃദത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നാസറിന്റെ പഴയ ജോലിക്കാരനാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പേ എന്തെങ്കിലും ഒരു സാധനം എടുക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവലുണ്ട്. ക്യാമറ എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി എടുക്കുമ്പോഴും ഉന്നേട്ടം ഒന്ന് വന്ന് ചെയ്യണമെന്നേ പറയുള്ളൂ. അങ്ങനെയുള്ളൊരു ബന്ധമാണ്. നാസർ പറയുമ്പോൾ ഹാരിസ് ഡോക്ടർ എൻ്റെ നാട്ടുകാരനാണ്. നാസറാണ് ഇയാളെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. അതിന് മുന്നേ ഞാൻ പരിചയമില്ല. ഇങ്ങനെയാണ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യമായിട്ട് അഭിനയിച്ചത് സിനിമയാണോ? ഉസ്താദ് ഹോട്ടൽ. സിനിമ എന്നുള്ള ലെവലിൽ ഉസ്താദ് ഹോട്ടലാണ്. മറ്റത് നാടകങ്ങളും കണ്ടുകൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഉസ്താദ് ഹോട്ടലിലാണ്. എങ്ങനെയാണ് ഉസ്താദ് ഹോട്ടലിലേക്ക് വരുന്നത്? എങ്ങനെ ഉസ്താദ് ഹോട്ടലിൽ ഞാൻ വരാൻ കാരണം, ഈ പൂക്കാട്ടിയുണ്ട് അഷറഫ് എന്നെ കൊണ്ടുപോകും, ഫോട്ടോ ഒക്കെ എടുപ്പിച്ച്. അഷറഫ് അതിന് ഒട്ടനവധി റിസ്ക് എടുത്തിട്ടുണ്ട്. സക്രിയ അല്ല എന്നെ കൊണ്ടുപോകണം, അഷറഫാണ്. പൂക്കാട്ടി ഓനാണ് ഇന്നെ ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് അൻവർ റഷീദിനെ അയച്ചു കൊടുത്ത് മൂപ്പര് കൊണ്ട ചെല്ലാൻ പറഞ്ഞിട്ടാണ് ഇന്നെ അങ്ങോട്ട് കൊണ്ട ചെല്ലുന്നത്. കൊണ്ട ചെന്നായിരിക്കും മൂപ്പര സലാമുക്കാരി അറിയും. മൂപ്പര അങ്ങനെ ഉന്നേറ്റം ഞങ്ങൾ ആവശ്യമാണ്, ഞങ്ങൾ ഈ പടത്തിൽ എടുക്കുകയാണ് എന്നും പറഞ്ഞു. അവിടെ മുതൽ അഭിനയം അവിടെ തുടങ്ങി. പിന്നെ സീരിയലുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു. മനോരമയിൽ കുറച്ച് തട്ടിമുട്ടിയൊക്കെ അത് പടം ഒരുപാട്. പിന്നെ എത്ര പടങ്ങൾ ഇപ്പോഴും ഇറങ്ങാണ്ട്. ദിലീപിൻ്റെ പടവും വേറെ ആശാൻ എന്ന് പറഞ്ഞൊരു പടം, ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ഉള്ളതുണ്ട്. ഇപ്പോൾ നമ്മൾ വിഷു ആഘോഷത്തൊക്കെ കുറിച്ച് പറഞ്ഞു. ഈ വിഷു ഓണൊക്കെ വരുമ്പോൾ നല്ല നല്ല നാടൻ പാട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഉണ്ണിയേട്ടന് നമ്മളൊക്കെ പാടി കേൾക്കാത്ത പാട്ടുകൾ അറിയാം. വിഷുവിന് പൊതുവെ പെണ്ണുങ്ങളൊക്കെ പാട്ട് പാടുന്നല്ലാതെ ഈ തിരുവാതിര കാലത്താണ് വലിയ മനക്കലൊക്കെ ഈ പാട്ടുകൾ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. വിഷുവിന് അങ്ങനെ പിന്നെ പാടുന്നു തോന്നുന്നുണ്ട്, അത്ര എനിക്കറിയാൻ പറ്റുള്ളൂ. തിരുവാതിരയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. പട്ടുപാടി കളി. കണ്ണനുണ്ണി പൊന്മകനെ കാണായാൽ കാന്ത കണ്ണുകളും മലയുന്നു ലോകേശ. ഈ മഹിസാലത്തിലെങ്ങും കണ്ടായോ കാന്ത അമ്മമാരെ മുകുന്ദനെ കണ്ടായോ. അതന്നെ. ഇത് ഒരു തിരുവാതിര പാട്ട് അല്ലല്ല, അതങ്ങനെ ഒരു പാട്ട് വെറുതെ പാടിയെന്നുള്ളൂ. ശരി, ആയിക്കോട്ടെ ഉണ്ണേട്ടാ. അപ്പോ നമ്മള് ഈ എന്താ പറയാ, നോമ്പ് കാലത്ത് ഇപ്പൊ ഉണ്ണേട്ട മലപ്പുറത്ത് ജീവിക്കുന്ന ഒരാളാണ്. നോമ്പ് കാലത്ത് ഉണ്ണിയേട്ടന് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയാല് ഭക്ഷണം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ വെള്ളം കിട്ടാതിരിക്കുക, അങ്ങനത്തെ ഒക്കെ വല്ല ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുണ്ടോ? അയ്യേ, അങ്ങനെ ഒരു പ്രശ്നം മലപ്പുറത്തില്ല. ഇല്ലല്ലോ. വേണ്ട, ഒരു ഭക്ഷണം കഴിക്കാം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് മലപ്പുറം കുറച്ചുകൂടെ എല്ലാവരും ഒന്നായിട്ട്, പിന്നെ എല്ലാ ആഘോഷങ്ങളും ഒന്നായിട്ട് കൊണ്ടുപോകുന്ന
കാര്യമാണ്. ഹോട്ടലിൽ ആർക്കും വേണമെങ്കിലും ഭക്ഷണം കിട്ടും. നോലുമ്പെള്ളം പോണ്ട, അതെ, നോലുമ്പില്ലാത്തവന് ഭക്ഷണം കിട്ടുമല്ലോ. ആണല്ലേ? നോലുമ്പെള്ളം ആവശ്യമില്ലല്ലോ. അതെ 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 അതെ, നോമ്പില്ലാത്തവർക്കും ഭക്ഷണം കിട്ടും. കിട്ടും. മലപ്പുറത്തിനെ കുറിച്ച്, മലപ്പുറത്തുകാരെ കുറിച്ച്, ഇപ്പോൾ ഉണ്ണേട്ടൻ മലപ്പുറത്തുകാരൻ എന്ന നിലയിൽ എന്താ പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് പറയാൻ ഇത്ര ഐശ്വര്യമുള്ള ഒരു നാടെവിടെയെന്ന് മലപ്പുറം. ഒരു കുഴപ്പമില്ല, മലപ്പുറം അടിപൊളി സ്ഥലമാണ്. ദൈവം പ്രത്യേകിച്ച് അനുഗ്രഹിച്ച സ്ഥലമാണെന്ന് വിട്ടു പറയാൻ ഞാൻ സാധിക്കും. പ്രകൃതി, ആ ജാതി പ്രകൃതിയാണ് മലപ്പുറത്തിൻ്റെ. പുഴ ഒക്കെ ഒഴുകി പോകുന്നത് രാവിലത്തെ നേരമൊക്കെ മഞ്ഞും കാരും കുന്നിൻ്റെ മലയുടെ മുകളിലൊക്കെ കയറിക്കാൻ എത്ര ഐശ്വര്യമുള്ള സ്ഥലമുണ്ടോ? അതാണ് മലപ്പുറം. ദൈവാനുഗ്രഹമുള്ള സ്ഥലമാണ് മലപ്പുറം. മനുഷ്യരും ഒന്നായിട്ട് പോകുന്നത് സ്ഥലം. മലപ്പുറം മോശമല്ല. മനുഷ്യന്മാർ പല കോലത്തിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, പക്ഷെ എങ്ങനെ ആയാലും സ്ഥലം പ്രകൃതി ഭംഗിയുള്ള സ്ഥലം മലപ്പുറം. മനസമാധാനവും ദാരിദ്ര്യമില്ല. ഇവിടെ ആർക്കും ദാരിദ്ര്യം ഞാൻ കാണുന്നില്ല. പിന്നെ വല്ലവരൊക്കെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നാട്ടിൽ ഒരു വിധമുള്ളവർക്കൊന്നും വലിയ ദാരിദ്ര്യമൊന്നും ഇല്ലാതെ പോണ സ്ഥലമാണ്. നല്ല സഹായങ്ങളും ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ വേണ്ട സഹായം ഉണ്ടാവും. ഇതൊക്കെയാണ് മലപ്പുറത്തിൻ്റെ പ്രത്യേകത. ഇങ്ങനത്തെ ഒരു നാട്ടിൽ ഞാൻ ജനിച്ചതിന് എനിക്ക് പുണ്യം ദൈവത്തിനോട് പുണ്യം നേടുകയാണ്. 500 ജന്മ ഉണ്ടെങ്കിലും ഇവിടെ തന്നെ എനിക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്താ പറയുക, മഹല് ഇപ്പോൾ ഇന്നത്തെ തലമുറക്ക് മഹല് നല്ല സിനിമ ആണ്. അപ്പോൾ നമ്മളൊരു സിനിമ എന്ന ലെവലിലും അത് നല്ലതാണ്. അതിൻ്റെ ഒരു സാമൂഹ്യ ബാധ്യത നിറവേറ്റുന്ന ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ പ്രിവ്യൂ കണ്ടപ്പോൾ. എന്താണ് അതിനെക്കുറിച്ച്? മഹൽ എന്ന് പറഞ്ഞ മെസ്സേജുകളാണ്. പഠിക്കാൻ ഒരുപാട് കാര്യം ഉണ്ടായില്ല. ചെറിയ കാര്യമല്ല മഹൽ. അത് ഞാൻ അങ്ങനെ പറഞ്ഞു, സിനിമ കാണുന്നവന് മനസ്സിലാവും ഇന്നതാണ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക്. ഈ കഥ എന്നോട് പറയുമ്പോൾ തന്നെ ഞാൻ മുന്നേറ്റം നല്ല റോളാന്ന് പറഞ്ഞപ്പോൾ ഈ കഥ ഞാൻ വായിച്ചു കേട്ടു. അപ്പം എനിക്ക് ഒരു വിധാണെങ്കിൽ ഏറ്റെടുക്കല്ലേ പറ്റില്ല എന്ന് പറയും. ഇത് അങ്ങനത്തെ ഒരു മെയിൻ റോളാകുമ്പോൾ ഞാൻ മുഖ്യമായിട്ട് നോക്കണത്. നോക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പാടില്ല. നോക്കി. അപ്പോൾ എനിക്ക് വായിക്കാൻ അറിയില്ല, വായിക്കാൻ പറഞ്ഞു. ഞാൻ മിക്ക എഴുതാനും വായിക്കാൻ ഒരാളോട് വായിക്കാൻ പറഞ്ഞപ്പോൾ കഥ എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മെസ്സേജുള്ളതാണ്. നാളെ ലോകത്തിന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. മനുഷ്യന് ആവശ്യപ്പെടുന്ന കാര്യമാണ് മഹൽ പറയുന്നത്. അത് വളർന്നു വരുന്ന തലമുറയ്ക്ക്, ഇന്നത്തെ കാലത്ത് നല്ല വളർന്നു വരുന്ന തലമുറയ്ക്കും നാളെ നടക്കാൻ പോകുന്നതും നടന്നതും നാളെ മുഖ്യമായി മിക്കവാറും സാധ്യതയുള്ള കാര്യങ്ങളാണ് അതിലാണ് കാണിക്കുന്നത്. അതാണ് മഹൽ. ചെറിയ കാര്യമല്ല മഹൽ. അത് സിനിമ കാണുന്നവന് മനസ്സിലാവും. ഉണ്ണേട്ട, വിഷു എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ നമ്മൾ വിഷുവിന്റെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഉണ്ണേട്ടന്റെ ജീവിതത്തിൽ ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് ആഘോഷിക്കാറ്? കുട്ടിയെ വിഷുവിന് വലിയ ആഘോഷം പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞ ഒരു കഞ്ഞിയൊക്കെ പഴയ കാലത്തുള്ളതാണ്. വിഷു കഞ്ഞി എന്നാ പറയാം. അതായത് ചക്ക വെട്ടും ചില ആൾക്കാർ. അപ്പോൾ എൻ്റെ അമ്മമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന് കണി കണ്ടിട്ട് എന്താ പനസം വെട്ടേ, എന്താ ഈ പനസം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഇതെന്താന്ന് ചോദിച്ചാൽ പറഞ്ഞ ചക്കയാണ്. അങ്ങനെ ഒരു പേര് അതിനുള്ള കാര്യം ഞാൻ അപ്പോഴാണ് അറിയണത്. ശരി വെട്ടുകൂടി എന്തെങ്കിലും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണലില്ല. ദൈവത്തിന് രാവിലെ എണീറ്റാൽ ഒന്ന് കാണും. ദൈവത്തെ തമ്പുരാനൊന്ന് മനസ്സുകൊണ്ട് ധ്യാനിക്കും. അത്ര തന്നെ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ കൊടുക്കലും ഇല്ല, വാങ്ങലും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം കേട്ടിയലിയിലിരിക്ക് ഞാൻ എന്തോ ഒരു ആവശ്യം പറയാൻ വേണ്ടി ചെന്നതാ. വിട്ടില്ല മൂപ്പര്. ഇതിൻ്റെ വകയെന്നും പറഞ്ഞുകൊണ്ട് ഇത് തന്നു. മറ്റേ ഞാൻ ആരോടും വാങ്ങലില്ല. ദൈവത്തിനെ ഓർത്ത് കണ്ട് ഒരു പറ്റിയാൽ പൈസ വെക്കും, അതിനെടുക്കും. അത് നമ്മളെ ആരാധിക്കുന്ന ആൾക്കാരെ വിളിച്ചാണ്ട് എടുക്കല, അങ്ങനെ ചെയ്യൽ. പിന്നെ കഴിഞ്ഞല്ല മാത്രം കാലത്തിനിടയിൽ ഒരാളടുത്ത് ഞാൻ വാങ്ങലില്ല. മക്കളോടും കേട്ടിയലിയിൽ വന്നപ്പോൾ വാങ്ങി. അതൊരു സന്തോഷം അല്ലേ? എല്ലാവരും കുട്ടികളും മക്കളൊക്കെ കൂടിയിട്ട് ഒരു വിഷു അല്ലെങ്കിൽ ഓണാഘോഷമൊക്കെ ഉണ്ടാവാറുണ്ടോ വീട്ടിൽ? എങ്ങനെയാണ് എല്ലാവരും? പൊതുവെ ഞാൻ പെരയിലുണ്ടെങ്കിലും എനിക്ക് അതിനോട് വലിയ പ്രമത അങ്ങനത്തെ കാര്യമൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. നമുക്ക് എന്നും ഒരേ പോക്കിന് പോകും. ദൈവത്തിനെ വിചാരിക്കും അതന്നെ. ഭക്ഷണമൊക്കെ ഉണ്ടാവും, വീട്ടിലുള്ളതൊക്കെ ഉണ്ടാവും. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയുള്ളൂ വിഷുവായിട്ട്? പ്രേക്ഷകർ
സന്തോഷമായി. കാരണം ഇപ്പം നിങ്ങൾ വിഷു എന്ന് പറഞ്ഞു കുട്ടിക്കാലത്തൊക്കെ നന്നായിരുന്നു. അതെ. പിന്നെ ജീവിത പരാജയം വന്ന സമയത്ത് വിഷുവും ഒന്നും നമ്മളെ മനസ്സിലേക്കാണ് കയറില്ല അത്. അതുകൊണ്ട് അതിനോടുള്ള ഇതാണ്ട് പോയി. പിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരാനോട് നോക്കിയിട്ടുമില്ല. പിന്നെ നമ്മൾ തലയിൽ എന്ത് എഴുതിയിട്ടുണ്ട് അത് സംഭവിക്കും. അത് യാതൊരു തർക്കമില്ല. കേസ് തലയുടെ മുകളിലൊന്നല്ല തലയിലെഴുത്ത് കിടക്കണത്. ഞാൻ അത് പറയുമ്പോൾ പറയാം, കൂട്ടത്തിൽ അതും കിടന്നോട്ടെ. തലയുടെ മുകളിലല്ല തലയിലെഴുത്ത്. വായിക്കാൻ അറിയണവന് വായിക്കാൻ പറ്റും. അവിടെയാണ് തലയിലെഴുത്ത് എഴുതിയിട്ടുള്ളത്. തലയിൽ വരച്ച വര തലയുടെ മുകളിൽ ഒരു വരയില്ല. അത് വെറുതെ പറയാ. അത് നമ്മളെ ശരീരത്തിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. വായിക്കാൻ അറിയണവന് ഉണ്ടാവില്ല. തമ്പുരാന് മാത്രമേ വായിക്കാൻ അറിയുള്ളൂ, വേറെ ആൾക്കും അറിയില്ല. അത് ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ മലപ്പുറത്തെ കുറിച്ചൊക്കെ കുറേ പറഞ്ഞു. അപ്പോൾ ഈ മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലൊക്കെ ഉണ്ണിയേട്ടൻ്റെ ആഘോഷങ്ങൾ, കൂട്ടുകാര് അല്ലേ? ഉണ്ണിയേട്ടന് ഇപ്പോൾ എല്ലാ മതത്തിൽപ്പെട്ടവരും കൂട്ടുകാരൊക്കെ ആയിട്ട് അവരൊക്കെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്താ ഞാൻ വേറെ ഇപ്പോൾ ചാനലിൽ പറഞ്ഞിരുന്നു, അമീത്, കുട്ടി, അങ്ങനെ കുറേ കമ്പനിക്കാരുണ്ട്. അതൊക്കെ അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ ഒപ്പം നടന്ന് പരിചയിച്ചവരാണ്. അതെ. പിന്നെ ഒരുപാട് സ്നേഹിതന്മാരുണ്ടായിരുന്നു. കുറേ ആൾക്കാർ മരിച്ചുപോയി, കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഒരു വ്യത്യാസം എനിക്ക് തോന്നിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലപ്പുറത്ത് ജനിച്ചതിന് എനിക്ക് അന്തസ്സായിട്ട് തോന്നുന്നത്. ഇനി ഇവിടെ ജനിക്കട്ടെ എന്നാണ് ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ്. നമ്മുടെ മലപ്പുറത്തിനെ ആണെങ്കിലും നമ്മുടെ സാഹോദര്യത്തെയൊക്കെ കുറ്റപ്പെടുത്തുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഉണ്ണിയേട്ടൻ്റെ ഈ ഒരു ആത്മാർത്ഥമായിട്ടുള്ള വാക്കുകൾ. നമ്മളേവർക്കും വളരെ സന്തോഷം നൽകുന്ന വാക്കുകളാണ്. അതാണുള്ള കാര്യം. കമ്പില്ലാതുള്ള കാര്യമ്പ് പോലുള്ള നിന്മേനി കണ്ട മുതൽ കാരോ കൽബിൽ മേടുന്ന് മുള്ളാണി. മാപ്പിളപ്പാട്ടിന്റെ ട്യൂണും കൂടെ ബാബുക്ക. അതാണ് ബാബുക്കയുടെ പാട്ടും കൂടെയാണ് നമ്മുടെ ഉണ്ണിയേട്ടൻ നമുക്ക് വേണ്ടി ഇവിടെ പാടിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉണ്ണിയേട്ടൻ്റെ വിഷു വിശേഷങ്ങളും അതുപോലെ തന്നെ സിനിമാ വിശേഷങ്ങളൊക്കെ നമ്മൾ ഉണ്ണിയേട്ടനിൽ നിന്നും അറിഞ്ഞു. അദ്ദേഹം നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ പങ്കുവെച്ചു. ഒത്തിരി നന്ദി ഉണ്ണിയേട്ട. സന്തോഷം. ആശംസകൾ. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ ഉണ്ണിയേട്ടൻ്റെ ഒത്തിരി വിശേഷങ്ങൾ അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം, മഹൽ ഇറങ്ങാൻ പോകുന്ന അതിൻ്റെ വിശേഷം അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിഷുക്കാലങ്ങൾ, പണ്ട് കാലത്തെയും ഇപ്പോഴത്തെയും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു നമ്മളോട് പങ്കുവെച്ചു. വളരെ സന്തോഷം തോന്നുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും വിഷു ആശംസകളും നേരുന്നു. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ.